യൂറിൻ ഇൻഫെക്ഷന് നമ്മളിന്ന് ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പല വീഡിയോകളും നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്ന അതിന് ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു 10 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മൂത്രാശയ അണുബാധ വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ 10 കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു വേനൽക്കാലത്ത് അല്ലെങ്കിൽ നോമ്പ് കാലത്തൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മരുന്നുകളില്ലാതെ അല്ലെങ്കിൽ സർജറി കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ കുറച്ചു കൊണ്ടുവരാൻ പറ്റും. പല ആളുകളും മരുന്നുകൾ പേടിച്ചിട്ട് അല്ലെങ്കിൽ സർജറി ഒക്കെ പേടിച്ചിട്ട് ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത ആൾക്കാരുണ്ട്. അപ്പം അത്തരം ആളുകൾക്കാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന 10 കാര്യങ്ങളാണ്. ആദ്യമായിട്ട് എന്താണ് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് നോക്കാം. സാധാരണ നമ്മുടെ കിഡ്നിയും യൂറീറ്റർ മൂത്രനാളിയും മൂത്രസഞ്ചിയും മൂത്രാശയം എല്ലാം കൂടി ചേർന്നുള്ളൊരു സിസ്റ്റമാണ് യൂറിനറി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇൻഫെക്ഷൻസ് അണുബാധ വരാം. സാധാരണ നമ്മൾ പറയാറുള്ളത് മൂത്രത്തിൽ ഇൻഫെക്ഷൻ കണ്ടാലാണ് നമ്മൾ മൂത്രാശയ അണുബാധ എന്ന് പറയാറുള്ളത്. പക്ഷേ ഈ അണുബാധ നമുക്ക് മുകളിലോട്ട് കയറി മൂത്രനാളിയിലൂടെ കിഡ്നിയിലേക്ക് വരെ എത്താം. അത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മാത്രമാണ് മുകളിലേക്ക് കയറി കിഡ്നിയൊക്കെ ബാധിച്ചിട്ട് പൈലോനെഫ്രൈറ്റിസ് എന്ന സ്റ്റേജ് വരെ ചില കേസുകളിൽ ചില രോഗികളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ നമ്മൾ ഇത്തരം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ശ്രദ്ധിച്ച് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചുരുക്കം ചില കേസുകളിലെ നമുക്ക് മരുന്നുകളുടെ ആവശ്യം വരാറുള്ളൂ. ഒട്ടുമിക്ക കേസുകളിലും അല്ലെങ്കിൽ ഒട്ടുമിക്ക രോഗികളിലും നമ്മൾ കൃത്യമായിട്ട് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ ഭക്ഷണത്തിലുള്ള മാറ്റങ്ങളും പറഞ്ഞു കൊടുത്താൽ മാത്രം അത് മാറ്റിയെടുക്കാൻ കഴിയാറുണ്ട്. ചുരുക്കം കേസുകളിൽ അതെന്തെങ്കിലും കാരണങ്ങൾ അകത്തെന്തെങ്കിലും കാരണം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി ചികിത്സിക്കുമ്പോഴാണ് കുറച്ച് ചുരുക്കം ആളുകളിൽ അത് കംപ്ലീറ്റ് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ക്യൂറിലേക്ക് പോകാറുള്ളൂ. അപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആരിലൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്? സാധാരണ നമ്മൾ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അതിന് കാരണം അവരുടെ മൂത്രനാളി പുരുഷന്മാരെക്കാൾ വളരെ ചെറുതാണ്. നീളം ഒരു 4-5 സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ. പുരുഷന്മാരിൽ അത് 20-25 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ നീളം. അതുകൊണ്ട് തന്നെ പുറമേ നിന്നുള്ളൊരു അണുബാധ പെട്ടെന്ന് സ്ത്രീകളിലേക്ക് കയറാം. പ്രത്യേകിച്ച് അവരുടെ നമ്മുടെ മൂത്രനാളിയും അതുപോലെ യോനി ഭാഗവും അതുപോലെ മലദ്വാരമൊക്കെ വളരെ അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഭാഗത്തു നിന്നുള്ള ഇൻഫെക്ഷൻസ് പെട്ടെന്ന് ഈ മൂത്രനാളിയിലൂടെ ഉള്ളിലേക്ക് കയറാം. അതുകൊണ്ടാണ് സ്ത്രീകളിലും പെൺകുട്ടികളിലും ഇത്തരം യൂറിനറി ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രാശയ അണുബാധ വരാം എന്ന് നോക്കാം. സാധാരണ നമ്മൾ പറഞ്ഞു സ്ത്രീകളിലാണ് ഇത് കണ്ടുവരുന്നത്. പക്ഷെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ പെൺകുട്ടികൾക്കും ഇത് വരുന്നില്ല. അതിന് പ്രധാന കാരണം എന്തായിരിക്കും? അതിൻ്റെ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകളിൽ പെട്ടെന്ന് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് കാണാറുണ്ട്. മറ്റു ആളുകളിൽ വല്ലപ്പോഴും ഒക്കെ കാണാറുള്ളൂ. അത് ഇമ്മ്യൂണിറ്റിയൊക്കെ നല്ലപോലെ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളിൽ ഹെൽത്തി ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള ആളുകളിലൊക്കെ വല്ലപ്പോഴും മാത്രമേ ഇൻഫെക്ഷൻസ് വരാറുള്ളൂ. പക്ഷേ ഇമ്മ്യൂണിറ്റി കുറവുള്ള രോഗപ്രതിരോധ ശേഷി കുറവുള്ള സ്ത്രീകളിൽ പെട്ടെന്ന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വെള്ളം കുടി തന്നെയാണ്. വെള്ളം കുടി പരമാവധി കുറഞ്ഞിട്ടുള്ള ആളുകളിൽ, പ്രത്യേകിച്ച് AC-യിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ വെയിലത്ത് പണിയെടുത്തിട്ടും കൂടുതലായിട്ട് വെള്ളം കുടിക്കാത്ത ആളുകളിലൊക്കെ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിന് കാരണം വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂറിൻ്റെ പ്രത്യേകിച്ച് മൂത്രനാളിയുടെ pH ഒക്കെ കൂടുതൽ അസിഡിക്കായിട്ട് മാറാനും അതുവഴി കൂടുതലായിട്ട് ബാക്ടീരിയകൾ അവിടെ വളർന്ന് നമ്മുടെ ഈ മൂത്രനാളിയിലേക്ക് എത്താനും അത് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വെള്ളം കൂടി കുറഞ്ഞവരിൽ കൂടുതലായിട്ട് മൂത്രത്തിൽ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് വരാൻ കാരണം. രണ്ടാമത്തെ ഒരു പ്രധാന കാരണം സ്ത്രീകളിൽ പ്രത്യേകിച്ച് പ്രഗ്നൻസി പീരീഡിലൊക്കെ അവരുടെ ഗർഭപാത്രം വളരുന്നതിനനുസരിച്ച് അത് ചെറിയ പ്രഷർ നമ്മൾ മൂത്രസഞ്ചിക്ക് കൊടുക്കും. അത് കാരണം മൂത്രം കുറച്ച് അവിടെ കെട്ടിക്കിടക്കാനും മൂത്രത്തിൽ ഇൻഫെക്ഷൻസ് വരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിൽ മെൻസസ് നിന്ന സ്ത്രീകളിൽ പ്രത്യേകിച്ച് മെനപ്പോസ് കഴിഞ്ഞ സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ ഈസ്ട്രോജൻ എന്ന ഹോർമോണിൻ്റെ കുറവ് കാരണവും ഇത്തരം സ്ത്രീകളിൽ പെട്ടെന്ന് യൂറിനറി ഇൻഫെക്ഷൻസ് വരാറുണ്ട്. പക്ഷേ മെനപ്പോസ് ആർത്തവ വിരാമം എത്തിയ സ്ത്രീകളിൽ പെട്ടെന്ന് ഈ ഇൻഫെക്ഷൻസ് കുറയാറില്ല. കാരണം ഈ ഒരു ഹോർമോണിൻ്റെ കുറവ് കാരണം കുറച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്താലും കുറച്ച് വൈകി മാത്രമേ ഇവർക്ക് ഈ ഇൻഫെക്ഷനിൽ നിന്ന് മുക്തി നേടാൻ കഴിയാറുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളിൽ പ്രത്യേകിച്ച് മെൻസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത പെൺകുട്ടികളിൽ മെൻസ്ട്രൽ ഹൈജീന് കുറവ് കാരണം പ്രത്യേകിച്ച് ആ ഒരു പീരീഡിൽ ഇവർക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സ്ത്രീകളിൽ ഗർഭപാത്രത്തിലൊക്കെ പ്രത്യേകിച്ച് ഫൈബ്രോയിഡ്, ഗർഭാശയമുഴ അല്ലെങ്കിൽ സിസ്റ്റുകളൊക്കെ ഉള്ള സ്ത്രീകളിലാണെങ്കിൽ അതിൻ്റെ ഒരു പ്രഷർ കാരണം മൂത്രസഞ്ചിക്ക് പ്രഷർ വന്നിട്ട്
നമുക്ക് മൂത്രാശയ അണുബാധ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സ്ത്രീകളിൽ വരാനുള്ള മറ്റ് ചാൻസ് ഉള്ള സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ള സ്ത്രീകളിൽ കൂടുതൽ ചാൻസ് ഉണ്ട്. അതുപോലെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ, നമ്മൾ ലൈംഗികപരമായിട്ട് നമുക്ക് കിട്ടുന്ന രോഗങ്ങളിലൂടെയും ഈ മൂത്രാശയ അണുബാധ വരാം. അതുപോലെ തന്നെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, ഗർഭനിരോധന മാർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രീകളിൽ അതിൻ്റെ ഇറിറ്റേഷൻ കാരണം ഇവർക്ക് യൂറിൻ ഇൻഫെക്ഷൻസ് കാണാറുണ്ട്. പ്രത്യേകിച്ച് കോൺട്രാസെപ്റ്റീവ് പിൽസ്, മരുന്നുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകളിലും ഇത് കണ്ടുവരുന്നുണ്ട്. ഈ സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എങ്കിലും ചില പുരുഷന്മാരിലും ഇത് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടിലുള്ള പുരുഷന്മാരിലും ഈ മൂത്രാശയ അണുബാധ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. സാധാരണ നമ്മുടെ യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ് ഈക്കോളെ എന്ന് പറയുന്നത്. നമ്മളെ മലദ്വാരത്തിൽ നിന്നും മലത്തിലൂടെ നമുക്ക് ഈക്കോളെ ബാക്ടീരിയ പെട്ടെന്ന് മൂത്രനാളിയിൽ എത്തിയിട്ട് അവിടെ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ് ഈക്കോളെ. അത് കാരണം നമ്മൾ എപ്പോഴും മലം ക്ലീൻ ആക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ബാക്കിൽ നിന്ന് മുന്നോട്ട് ക്ലീൻ ചെയ്യുന്നതിന് പകരം എപ്പോഴും മുന്നിൽ നിന്ന് ബാക്കിലോട്ട് ക്ലീൻ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. കാരണം മലദ്വാരം വളരെ അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ പല ബാക്ടീരിയകളും, ഈക്കോളെ പോലെയുള്ള ഒട്ടുമിക്ക ബാക്ടീരിയകളും വളരെ വേഗത്തിൽ ഇത്തരം ആളുകളിലും മൂത്രനാളിയിൽ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തി ശുചിത്വം ഇത്തരം ഇൻഫെക്ഷൻസ് ഉള്ള ആളുകളിൽ വളരെയധികം പ്രധാനമാണ്. പ്രത്യേകിച്ച് മലം ക്ലീൻ ആക്കുന്ന സമയത്തൊക്കെ മുമ്പിൽ നിന്ന് ബാക്കിലോട്ട് ക്ലീൻ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മലം ക്ലീൻ ആക്കി നമ്മൾ ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് 2 കൈകളും സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കാനും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ പെൺകുട്ടികളുടെ മെൻസ്ട്രൽ ഹൈജീൻ്റെ കാര്യവും. പ്രത്യേകിച്ച് മെൻസസ് സമയത്തൊക്കെ അവർ പാഡൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 5 മണിക്കൂർ ഇടവിട്ടിട്ട് പാഡുകൾ വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ അത് പ്രത്യേകിച്ച് അത് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ബോയിൽ ചെയ്തിട്ട് അത് റീയൂസ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാരേജ് കഴിഞ്ഞ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ സ്ത്രീകളിൽ അല്ലെങ്കിൽ പെൺകുട്ടികളിലൊക്കെ അവർ സെക്ഷൽ കോണ്ടാക്റ്റിൻ്റെ ആദ്യ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് യൂറിൻ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനെ പൊതുവെ നമ്മൾ ഹണിമൂൺ സിസ്റ്റൈറ്റിസ് എന്നുള്ള പേരിലാണ് കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. ഈ പെൺകുട്ടികളിൽ കൂടുതലായിട്ട് സെക്ഷൽ കോണ്ടാക്റ്റിൻ്റെ ഒരു ഇറിറ്റേഷൻ കാരണം അല്ലെങ്കിൽ നമ്മൾ പുരുഷന്മാർക്ക് കൂടുതലായിട്ട് ഡയബറ്റീസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇവർക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത്തരം പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ചെയ്യേണ്ടത് സെക്ഷൽ കോണ്ടാക്റ്റിന് മുമ്പും അതുപോലെ തന്നെ സെക്ഷൽ കോണ്ടാക്റ്റിന് ശേഷവും നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സെക്ഷൽ കോണ്ടാക്റ്റിന് ശേഷം നല്ലപോലെ ആ ഏരിയ കഴുകി വൃത്തിയാക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ മൂത്രത്തിൽ അണുബാധ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് മൂത്രം ടെസ്റ്റ് ചെയ്യുന്നത്. യൂറിൻ RE എന്നാണ് അതിന് പറയാറുള്ളത്. ഒട്ടുമിക്ക യൂറിൻ ഇൻഫെക്ഷൻസും ഇതിലൂടെ തന്നെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. മാത്രമല്ല ഒട്ടുമിക്ക രോഗികളും പറയുന്ന ലക്ഷണങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യിപ്പിക്കാറുള്ളത്. ഇനി അതിൽ യൂറിൻ ടെസ്റ്റിൽ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ബാക്ടീരിയകളൊന്നും കണ്ടിട്ടില്ല എങ്കിൽ യൂറിൻ കൾച്ചർ ചെയ്യാൻ പറയാറുണ്ട്. ആ കൾച്ചർ ചെയ്യാൻ പറയുമ്പോഴായിരിക്കും പ്രത്യേകിച്ച് ഈക്കോളെ പോലെയുള്ള ബാക്ടീരിയൻ്റെ ഒക്കെ പ്രസൻസ് നമുക്ക് യൂറിനിൽ കണ്ടെത്താനാവുന്നത്. ചുരുക്കം ചില കേസുകളിൽ നമ്മൾ സ്കാനിങ് അഡ്വൈസ് ചെയ്യാറുണ്ട്. സ്കാനിങ്ങിലൂടെ നമുക്ക് കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ എന്തെങ്കിലും കല്ലുണ്ടോ എന്നൊക്കെ കണ്ടെത്തണമെങ്കിൽ സ്കാനിങ്ങും കൂടെ നമ്മൾ പറയാറുണ്ട്. കാരണം മൂത്രസഞ്ചിയിൽ കല്ലുള്ള ആളുകളിൽ ഈ മൂത്രക്കല്ല് വന്നിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ മൂത്രാശയ അണുബാധ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് സ്കാനിങ്ങിലൂടെ അല്ലെങ്കിൽ CTയിലൂടെയൊക്കെ മാത്രമേ നമുക്ക് ഈ കല്ലിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. കല്ലൊരു പ്രധാന കാരണം തന്നെയാണ് ഈ മൂത്രാശയ അണുബാധക്ക്. വെള്ളം കൂടി നിങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കുക. 2.5-3 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് AC-യിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷന് പങ്കെടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ വെള്ളക്കുപ്പി എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുക. അത് ഒറ്റയടിക്കൊരു കുപ്പി തീർക്കാനല്ല പറയുന്നത്. സാധാരണ ഓരോ മണിക്കൂറിലും ഓരോ ഗ്ലാസ് വീതം, ഒരു വലിയ ഗ്ലാസ് വെള്ളം വീതം കുടിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻഫെക്ഷൻസ് ഒക്കെ പെട്ടെന്ന് കുറയാനും ഈ ബാക്ടീരിയകളൊക്കെ പുറത്തേക്ക് പോകാനും അത് സഹായിക്കുന്നുണ്ട്. ഒറ്റയടിക്ക് കുടിക്കാതെ ഈ ഓരോ മണിക്കൂറിൽ ഓരോ ഗ്ലാസ് വെച്ച് കുടിക്കാനും കൂടെ ശ്രദ്ധിക്കുക. രണ്ടാമത്തത് പേഴ്സണൽ ഹൈജീൻ തന്നെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് മെൻസസ് സ്റ്റാർട്ട് ചെയ്ത കുട്ടികളൊക്കെ ആണെങ്കിൽ മെൻസ്ട്രൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അവരുടെ മെൻസ്ട്രൽ കപ്പുകൾ യൂസ് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ അത് പരമാവധി സാനിറ്റൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ട് റീയൂസ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പബ്ലിക് ടോയ്ലറ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് ടോയ്ലറ്റ് പേപ്പർ കിട്ടും. ആ ടോയ്ലറ്റ് പേപ്പർ മുകളിൽ വെച്ചിട്ട് ഇരിക്കാനും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പബ്ലിക് ടോയ്ലറ്റിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കൈ രണ്ടും സാനിറ്റൈസ് ചെയ്യുക. അല്ലെങ്കിൽ നല്ലപോലെ സോപ്പ് വെച്ച് കഴുകി വൃത്തിയാക്കാനും കൂടെ ശ്രദ്ധിക്കുക.
പല പെൺകുട്ടികളും മൂത്രം പിടിച്ചു വെക്കുന്ന ഒരു ടെൻഡൻസി കാണാറുണ്ട്. പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആ പബ്ലിക് അല്ലെങ്കിൽ ആ ടോയ്ലറ്റിൻ്റെ ഒരു വൃത്തിഹീനത കാരണം പരമാവധി മൂത്രം പിടിച്ചു വെക്കും. രാവിലെ സ്കൂളിലെത്തി കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ നിന്നൊന്നും മൂത്രം ഒഴിക്കാതെ വീണ്ടും വീട്ടിലേക്ക് എത്തി രാത്രി ആയിരിക്കും അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആയിരിക്കും മൂത്രം ഒഴിക്കുന്നുണ്ടാവുക. അങ്ങനെ ടെൻഡൻസി പരമാവധി പല കുട്ടികളിലും കണ്ടുവരുന്നുണ്ട്. ആ ഒരു ടെൻഡൻസി ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ മൂത്രാശയ അണുബാധ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മൂത്രം പിടിച്ചു വെക്കാതിരിക്കുക എന്നാണ്. മൂത്രത്തിൻ്റെ ഒരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ സമയം നിങ്ങൾ മൂത്രം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അത് മൂത്രാശയ അണുബാധ കുറക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകളാണെങ്കിൽ നമ്മൾ സെക്ഷൽ കോണ്ടാക്റ്റിന് മുമ്പും ശേഷവും മൂത്രം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സെക്ഷൽ കോണ്ടാക്റ്റിന് ശേഷം കൂടുതലായിട്ട് ആ ഏരിയ യോനിഭാഗമൊക്കെ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കാനും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ മലം ക്ലീൻ ആക്കുന്ന സമയത്ത് നമ്മൾ മലം ക്ലീൻ ആക്കുമ്പോൾ ബാക്കിൽ നിന്ന് മുന്നോട്ട് ക്ലീൻ ആക്കാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ബാക്ടീരിയകൾ നമ്മൾ മൂത്രനാളിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് വലിയ ആവശ്യമായിട്ട് ഇതിൽ വരാറുള്ളത്. അതുപോലെ തന്നെ മെൻസ്ട്രൽ കംപ്ലയിൻസ് ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ വെള്ളപ്പോക്കുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അതിനാവശ്യമായുള്ള ട്രീറ്റ്മെൻറ്റുകളും കൂടെ എടുത്തു കഴിഞ്ഞാൽ വെള്ളപ്പോക്ക് ക്ലിയർ ആക്കുക. അതുപോലെ തന്നെ അതുവഴി നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആ ടെൻഡൻസിയും കൂടെ ഇത്തരം കുട്ടികളിൽ കുറഞ്ഞു വരാറുണ്ട്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെയാണ്. ഭക്ഷണത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഡെയിലി ഇത്തരം യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്ന ആൾക്കാർ കഴിക്കേണ്ട ഭക്ഷണങ്ങളാണ് ഇനി പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകളും പച്ചക്കറികളുമാണ്. വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് നമ്മുടെ നാരങ്ങ, ഓറഞ്ച്, മുസമ്പി, പേരക്ക, അനാറ് പോലെയുള്ള ഫ്രൂട്ട്സുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഡെയിലി കഴിച്ചിരിക്കണം. അതായത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന വില കൂടിയ ഫ്രൂട്ട്സുകളാവണം എന്നില്ല. നമുക്ക് നാട്ടിൽ കിട്ടുന്ന അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന നമ്മൾ പേരക്ക പറ്റും, അല്ലെങ്കിൽ നെല്ലിക്ക പറ്റും, അല്ലെങ്കിൽ നമ്മുടെ പപ്പായ, അതൊക്കെ വിറ്റാമിൻ സി റിച്ച് ആണ്. ഇവയൊക്കെ നമുക്ക് ഏതെങ്കിലും ഒന്ന് ഡെയിലി ഇത്തരം ആളുകൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലെമൺ, നമ്മുടെ നാരങ്ങ, ഒരു 1/4 ടീസ്പൂൺ നാരങ്ങ 1 ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ചേർത്തിട്ട് നമുക്ക് 2 നേരം രാവിലെയും രാത്രിയും നാരങ്ങ വെള്ളം കുടിക്കുന്നത് ഇത്തരം ഇൻഫെക്ഷൻസ് കുറക്കാൻ സഹായിക്കുന്നുണ്ട്. ഈ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ബാക്ടീരിയകൾ ഈ ഒരു നമ്മുടെ മൂത്രസഞ്ചിയിൽ ഒട്ടിപ്പിടിക്കുന്നത് തടയാൻ ഇത് സഹായിക്കുന്നുണ്ട്, ഈ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡെയിലി ഒന്നെങ്കിലും നിങ്ങൾ കഴിച്ചിരിക്കണം. അതുപോലെ തന്നെയാണ് വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾ. നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മഞ്ഞളൊക്കെ ആണെങ്കിൽ അത് വളരെയധികം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മൂത്രാശയത്തിലെ നീർക്കെട്ട് കുറയ്ക്കാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയിലെ അലിസിൻ എന്ന കണ്ടൻറ്റ് അത് നമ്മുടെ മൂത്രാശയത്തിലെ അണുബാധ കുറക്കാനും നീർക്കെട്ട് കുറക്കാനും സഹായിക്കുന്നുണ്ട്. മഞ്ഞളിൽ കുർക്കുമിൻ ഉണ്ട്, അത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടെയാണ്. അതുപോലെ നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ബെറീസ്. പ്രത്യേകിച്ച് ക്രാൻബെറി അല്ലെങ്കിൽ ബ്ലൂബെറി, സ്ട്രോബെറി എന്ന് പറയുന്ന ബെറി ഗ്രൂപ്പിലുള്ള ഫ്രൂട്ട്സുകൾ പരമാവധി നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഈ ബെറീസിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അത് നമ്മുടെ യൂറിനറി ഇൻഫെക്ഷൻസും ബാക്ടീരിയകളൊക്കെ പുറത്ത് കളയാൻ സഹായിക്കുന്ന ഒരു ജ്യൂസാണ് അല്ലെങ്കിൽ ഫ്രൂട്ടാണ്. നമുക്ക് ആസ് എ ഫ്രൂട്ടായിട്ട് നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ജ്യൂസ് ആക്കിയിട്ട് നമുക്ക് 2 നേരം കഴിക്കാവുന്ന ഒന്നാണ് ബെറി ജ്യൂസ് അല്ലെങ്കിൽ ക്രാൻബെറി ജ്യൂസൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആപ്പിൾ സിഡർ വിനേഗർ യൂറിനറി ഇൻഫെക്ഷൻസിനെ തുരത്താൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ആപ്പിൾ സിഡർ വിനേഗർ. ഇതിലെ സിട്രിക് ആസിഡിൻ്റെ കണ്ടൻ്റ് ആണ് ഇതിനെ സഹായിക്കുന്നത്. അത് നമുക്ക് ഒരു ഡ്രിങ്ക് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻസ് ഉള്ള ആളുകൾക്ക് 2 നേരം ഒരൊറ്റ ഡ്രിങ്ക് ആയിട്ട് വളരെ എഫക്റ്റീവായിട്ട് കുടിക്കാവുന്ന ഒന്നാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് 1 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനേഗറും 1/4 ടീസ്പൂൺ നാരങ്ങ നീരും 1/2 ടീസ്പൂൺ ഹണി തേനും കൂടെ ചേർത്തിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഡെയിലി 2 നേരം കഴിക്കുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് തുരത്താൻ വളരെയധികം അത് സഹായിക്കുന്നുണ്ട്. ഇത്തരം ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻസ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ് കുക്കുംബർ ജ്യൂസ്. നമ്മുടെ കക്കിരിക്ക വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ്. അതിലേക്കൊരു 10-15 ചെറുളയുടെ ഇലയും കൂടെ ചേർത്തിട്ട് നമുക്കൊരു ജ്യൂസാക്കി കുടിക്കാം. അതുപോലെ തന്നെ മുള്ളങ്കി വളരെ നല്ലതാണ് യൂറിനറി ഇൻഫെക്ഷൻസ് ഉള്ളവർക്ക്. അതുപോലെ തന്നെ നമുക്ക് കരിക്കിൻ വെള്ളം, അതുപോലെ നന്നാറിയുടെ വെള്ളം, അതുപോലെ തന്നെ തണ്ണിമത്തന്, മാതളം പോലെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ വളരെ എഫക്റ്റീവാണ്. ഇത്തരം ഭക്ഷണ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ
വളരെ എളുപ്പത്തിൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് മരുന്നുകൾ കൂടാതെ അല്ലെങ്കിൽ സർജറി കൂടാതെ മൂത്രക്കല്ലിൻ്റെ പ്രശ്നങ്ങളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരുപാട് ആളുകൾ വേദന വരുമ്പോൾ ഈ ഒരു വേദനയ്ക്കുള്ള പെയിൻ കില്ലറുകൾ ഉപയോഗിച്ച് കൊണ്ട് നടക്കുക എന്നല്ലാതെ ഇതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ആർക്കും കിട്ടാറില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. കൃത്യമായിട്ട് നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പരമാവധി അതിൽ ശ്രദ്ധ കൊടുക്കുക. ഭക്ഷണവും വെള്ളവും കൂടുതലായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിൻ്റെ ടെൻഡൻസി വീണ്ടും വീണ്ടും വരാനുള്ള ടെൻഡൻസി നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ചുരുക്കം ചില ആളുകളിൽ ഒരു ഹിഡൻ കാരണം പ്രത്യേകിച്ച് നമ്മളെ അവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് സ്ഥിരമായിട്ട് വരാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഫൈബ്രോയിഡ് കാരണം അല്ലെങ്കിൽ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് വീക്കം കാരണമൊക്കെ സ്ഥിരമായിട്ട് ഇൻഫെക്ഷൻസ് വരാറുണ്ട്. അത്തരം ആളുകൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് കൃത്യമായിട്ട് ചികിത്സ തേടുക. ഒരു യഥാർത്ഥ കാരണം കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അത്തരം കേസുകളിൽ അത്തരം രോഗികളിൽ ഒരു പെർമനൻ്റ് ആയിട്ടൊരു ശാശ്വത പരിഹാരം നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം അതിന് യഥാർത്ഥത്തിൽ അതിൽ സ്കാനിങ് ചെയ്യണം, അൾട്രാസൗണ്ട് ചെയ്യണം, CT സ്കാൻ ചെയ്യണം, അതുപോലെ യൂറിൻ ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തി യഥാർത്ഥ കാരണം കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടെ രോഗനിർണയം കൂടെ നടത്തി വരുന്നുണ്ട്. അതിനുശേഷം അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്തു വരുമ്പോൾ ഇത്തരം രോഗങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ ഇവർക്ക് ആശ്വാസം കിട്ടാറുണ്ട്. നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് രോഗികൾക്ക് ഇത്തരം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിൽ നിന്ന് മോചനം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് അല്ലെങ്കിൽ ഈ നോമ്പ് കാലത്ത് ഒരുപാട് രോഗികളിൽ നമ്മളോട് സംശയം ചോദിക്കാറുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച്. അതുകൊണ്ട് മൂത്ര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഈ ഒരു ഇൻഫർമേഷൻസ്, ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പരമാവധി എത്തിച്ചു കൊടുക്കുക. ഈ ഒരു വേനൽക്കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു റമദാൻ്റെ സമയത്ത്, നോമ്പ് കാലത്ത് ആരോഗ്യകരമായിട്ട് അവർക്ക് നോമ്പ് നോൽക്കാൻ കഴിയട്ടെ, അല്ലെങ്കിൽ പള്ളിയിൽ പോകാൻ കഴിയട്ടെ. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ സ്കൂളിൽ റെഗുലറായിട്ട് പോയി എക്സാം എഴുതാനൊക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഫോൺ വഴി കൺസൾട്ടേഷൻ എടുത്തിട്ട്, നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്തിട്ട് മരുന്നുകൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം കൂടിയുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഏത് സമയത്തും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്.